ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ പുതിയൊരു മേക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കോർ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും പരീക്ഷണങ്ങൾക്ക് പൈസ മുടക്കാൻ യാതൊരു താല്പര്യമില്ല. മാർക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് ഓടുന്ന ഒരു ബോർഡ് വാങ്ങിക്കുക, കൊണ്ടുപോവുക, അഴിക്കുക, കോപ്പി അടിക്കുക, ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇതുവരെ ആരും ഈ കോർ ഉപയോഗിച്ച് ബോർഡ് ഇറക്കാഞ്ഞത്. നമ്മുടെ ഇനിയിപ്പോൾ വന്നു തുടങ്ങും. ഇപ്പോൾ നമ്മൾ ഈ ബുക്ക് ഇറക്കിയിട്ട് ബുക്കിനകത്ത് കംപ്ലീറ്റ് ട്രേഡ് സീക്രട്ട് ഉള്ളതുകൊണ്ട് ഇനി എല്ലാവരും ഈ കോറ് ഉപയോഗിക്കാൻ തുടങ്ങും. ഇത് ചിലവും കുറവാണ്. ഇതുണ്ടല്ലോ, ഈ കോറ് നീട്ടോടിന് അത്ര വിലയൊന്നുമില്ല. പിന്നെ ഇത് വൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തള്ളവിരലും ഒക്കെ വളഞ്ഞ് തിരിഞ്ഞ് പോകും. ഇതൊക്കെ വണ്ണം കൂടി കമ്പിയിട്ടാണല്ലോ വൈൻഡ് ചെയ്യണത്. ഇത് 26 ഗേജിൻ്റെ കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 26 ഗേജിൻ്റെ കമ്പി ചുമ്മാ പഴം പോലെ വൈൻഡ് ചെയ്യാവുന്നുള്ളൂ ബോബിനിൽ, വളരെ സിമ്പിളായിട്ട്. അത് നമ്മൾ ഇതുകൊണ്ട് കൂടുതൽ 2-3 ഇട്ടാണ് വൈൻഡ് ചെയ്യണത്. അപ്പോൾ ആ കറക്റ്റിൻ്റെ പെട്ടെന്ന് കിട്ടും. ഇതിലൊരു വണ്ണം കൂടിയ 16 ഗേജിൻ്റെ ഒക്കെ കമ്പിയിട്ട് വൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആകെ കൈ ഈ സംഗതി തന്നെ മടുത്തു പോകും. അപ്പോൾ കൂടുതൽ 10 അസംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ തള്ളവിരലിൻ്റെയൊക്കെ പണിക്കുറ്റം തീരും. മെഷീനിൽ ഇത് വൈൻഡ് ചെയ്യാത്ത പ്രായോഗികമല്ല. കൈകൊണ്ട് തന്നെ വൈൻഡ് ചെയ്തെടുത്താലേ നല്ല കറക്റ്റായിട്ടുള്ള ഇത് എളുപ്പം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട്. പിന്നെ വിദേശത്ത് നിങ്ങൾ ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റംസിലൊക്കെ ഒന്നുകിൽ പോട്ട് കോർ അല്ലെങ്കിൽ ഈ കോറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതാരും തുറന്നു നോക്കാഞ്ഞിട്ടായിരിക്കും അത് കോപ്പി അടിക്കാൻ, അല്ലെങ്കിൽ അത് കിട്ടുമോ എന്താണോ. ഈ കോർ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്.